ലൈഫ് മിഷൻ ഭവന പദ്ധതി നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി. പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമായ വാർത്തകളാണ്. പഠിക്കാതെ പരിശോധിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കൈമാറാൻ മാത്രമാണ് ശ്രമമെന്നും KM ഷാജി പറഞ്ഞു. ഒരു വാർത്തയും ശരിയല്ല. ലൈഫ് മിഷൻ എന്ന് മാത്രമല്ല, ചാർജ് എടുത്തിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർഷങ്ങളും പഠിക്കുന്നുള്ളൂ. പഠിക്കാതെ പരിശോധിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. ഞങ്ങൾ ഡീസെൻട്രലൈസേഷനിലേക്ക് പഞ്ചായത്തുകളെ കൊണ്ടുവരും. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ പല അധികാരങ്ങളും സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് വരെ പരിശോധിക്കുന്നേ ഉള്ളൂ. പരിശോധിക്കാതെ ഒരു തീരുമാനം എടുക്കില്ല. അല്ല, പുതിയൊരു ഭവന പദ്ധതിയാണ് UDF സർക്കാരിൻ്റെ ഇതിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രചരിക്കുന്നത്. അത് പ്രചരിപ്പിക്കുന്നവരോട് ചോദിക്കണം. ഞങ്ങളേതായാലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, ഈ ലൈഫ് മിഷൻ നിർത്തലാക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അതിനെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. കാരണം പെട്ടെന്ന് ഒരു ദിവസം അത് നിർത്തലാക്കുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത് എന്നുള്ള കാര്യം, അതിൽ മറ്റൊരു പുതിയ പദ്ധതി ഉണ്ടോ, ഇതിൽ കൂടിയാലോചനകൾ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അക്കാര്യം അത്തരം ഈ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തള്ളുകയാണോ KM ഷാജി? എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുതിയ തദ്ദേശ മന്ത്രി ഈ പ്രചരിക്കുന്ന വാർത്തകളെ തള്ളിക്കളയുകയാണ്. കാരണം ലൈഫ് ഭവന പദ്ധതി പ്രകാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭൂരഹിതരായ ഭവനരഹിതരായ പാവങ്ങൾക്കാണ് ഇതിനോടകം സർക്കാർ പ്രത്യേകിച്ച് ഇടത് സർക്കാർ വീട് വെച്ച് നൽകിയത്. 2016 ഇടത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാകുന്നത്. ഇതിനോടകം തന്നെ 5 ലക്ഷത്തിന് മുകളിലുള്ള പേർക്ക് ഈ പറയുന്ന പദ്ധതി വഴി വീട് ലഭിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും ഒരുപക്ഷെ ലോകത്താകമാനം ഉള്ള രാജ്യങ്ങൾക്കാകെ മാതൃകയായ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പല വകുപ്പുകളിലായി ചിന്നിച്ചിതറി കിടന്നു കഴിഞ്ഞ പദ്ധതികളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. എന്നാൽ പൊടുന്നനെ UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഈ പദ്ധതി നിർത്തലാക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു ആലോചനയും UDF സർക്കാർ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ മന്ത്രി KM ഷാജി നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പഠിക്കാതെ പരിശോധിക്കാതെ ഒരു തീരുമാനവും കൈക്കൊള്ളില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യം, ഡീസെൻട്രലൈസ്ഡ് ഭാഗമായിട്ട് പഞ്ചായത്തുകൾ ഇങ്ങനെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. പലതും കേന്ദ്രീകൃത ഭരണത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വികേന്ദ്രീകൃതമായ ഭരണം തദ്ദേശ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ലൈഫ് പദ്ധതി പൊളിച്ചെഴുതുന്നതിനോ അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു ഭവന പദ്ധതി കൊണ്ടുവരുന്നതിനോ സർക്കാർ ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ മന്ത്രി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരി അനിരു, എന്തായാലും ഈ ലൈഫ് മിഷൻ നിർത്തലാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനെ തള്ളുന്നു തദ്ദേശ മന്ത്രി. ആ വിവരങ്ങളാണ് അനിരു നൽകിയത്.